ഹായ് ഓൾ, റെനീസ് PSC സോണിൽ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് LDCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് നോക്കാം. തുടങ്ങാം. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ IT മന്ത്രാലയ ഏജൻസി. സെർട്ട് ഇൻ. വിവരാവകാശ നിയമത്തിൻ്റെ 2-ാം ഷെഡ്യൂൾ പ്രകാരമാണ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് സെർട്ടിനെ ഒഴിവാക്കിയിട്ടുള്ളത്. സെർട്ടിനിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എമർജൻസ് റെസ്പോൺസ് ടീം ഇന്ത്യ. ഒരിക്കൽ കൂടെ പറയാം. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ IT മന്ത്രാലയ ഏജൻസി സെർട്ടിനിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എമർജൻസ് റെസ്പോൺസ് ടീം ഇന്ത്യ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇബ്രാഹിം റെയ്സി ഇറാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? 8ാമത്തെ പ്രസിഡന്റ്. എന്താണ്? ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇബ്രാഹിം റെയ്സി ഇറാൻ്റെ 8ാമത്തെ പ്രസിഡൻ്റായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡായ അഗ്നികുൾ കോസ്മോസ് ഏത് സംസ്ഥാനത്താണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡായ അഗ്നികുൾ കോസ്മോസ് ഏത് സംസ്ഥാനത്താണ്? ചെന്നൈ. ജാതി സെൻസസ് നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ജാതി സെൻസസ് നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിലാദ്യമായി പുറത്താക്കപ്പെടുന്ന സ്പീക്കർ? കെവിൻ മക്കാർത്തി. US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിലാദ്യമായി പുറത്താക്കപ്പെടുന്ന സ്പീക്കർ കെവിൻ മക്കാർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 53 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം? അന്തിം പങ്കൽ. അപ്പം അന്തിം പങ്കൽ ഏത് കായിക താരമാണ്? ഗുസ്തി. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 53 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് അന്തിം പങ്കൽ. പുരുഷന്മാരുടെയും വനിതകളുടെയും കോമ്പൗണ്ട് അമ്പെയ്ത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യ. 2023 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും കോമ്പൗണ്ട് അമ്പെയ്ത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യ. പുരുഷ വനിതാ കബഡിയിലും സ്വർണം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ നേടിയതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റ് പോയിൻറ്റ്സ്, ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ 100 മെഡൽ നേടുന്നത്. ഈ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ മെഡലുകളുടെ എണ്ണം 107. മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 1ാം സ്ഥാനം ചൈന. ഇന്ത്യക്ക് 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമാണ് ലഭിച്ചത്. കൂടാതെ പുരുഷ 2020 ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് 2023 ഏഷ്യൻ ഗെയിംസിലെ പോയിന്റുകൾ? 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 53 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് അന്തിം പങ്കൽ. പിന്നെ പുരുഷന്മാരുടെയും വനിതകളുടെയും കോമ്പൗണ്ട് അമ്പെയ്ത്തിൽ ഇന്ത്യ സ്വർണം നേടി. പുരുഷ വനിതാ കബഡിയിലും സ്വർണം നേടി. പുരുഷ 2020 സ്വർണം നേടി. ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകൾ 107. സ്വർണം 28 സ്വർണം, 38 സിൽവർ, 41 വെങ്കലം. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. 1ാം സ്ഥാനം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, 2030 ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന വൻകരകൾ? യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. 2030 ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന വൻകരകളാണ് യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഫുട്ബോൾ ലോകകപ്പിൻ്റെ 100ാം വാർഷികമാണ് 2030. എന്താണ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ 100ാം വാർഷികം എന്നാണ്? 2030. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2020 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? PK രാമചന്ദ്രൻ നായർ. എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2020 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്
PK രാമചന്ദ്രൻ നായർ. ക്വസ്റ്റ്യൻ: ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ പാകിസ്ഥാൻ വനിത. നമീറ സലീം. ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ പാകിസ്ഥാൻ വനിത നമീറ സലീം. ക്വസ്റ്റ്യൻ: പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നീ 3 ഇനം തുമ്പികളെ കണ്ടെത്തിയത്. സൈലന്റ് വാലി. പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നീ 3 ഇനം തുമ്പികളെ കണ്ടെത്തിയത് സൈലന്റ് വാലി. ഇതോടുകൂടി സൈലന്റ് വാലിയിലെ ആകെ തുമ്പി ഇനങ്ങൾ 103. സൈലന്റ് വാലിയിൽ കണ്ടെത്തിയ കാട്ടുകടന്നലിൻ്റെ പേരാണ് വെൽവെറ്റ് ഉറുമ്പുകൾ. സൈലന്റ് വാലിയിൽ കണ്ടെത്തിയ കാട്ടുകടന്നൽ വെൽവെറ്റ് ഉറുമ്പുകൾ. അവയുടെ ശാസ്ത്രീയ നാമം സ്മിക്രോ മിർമെ വില്യംസി. വെൽവെറ്റ് ഉറുമ്പുകളുടെ ശാസ്ത്രീയ നാമം സ്മിക്രോ മിർമെ വില്യംസി. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ഒക്ടോബറിൽ ന്യൂഡൽഹിയിൽ നടന്ന 52ാമത് GST കൗൺസിലിൽ ചെറുധാന്യപ്പൊടികളുടെ നികുതി 18% നിന്ന് എത്രയായാണ് കുറയ്ക്കുന്നത്? 5%. എന്താണ് 52ാമത് GST കൗൺസിലിൽ ചെറുധാന്യപ്പൊടികളുടെ നികുതി 18% നിന്ന് എത്രയായിട്ടാണ് കുറയ്ക്കുന്നത്? 5%. കരിമ്പിൽ നിന്ന് പഞ്ചസാര ലായനി വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന മൊളാസസിൻ്റെ നികുതി 28% നിന്ന് എത്രയായിട്ട് കുറയ്ക്കുന്നു? 5 കുറച്ചത്. കരിമ്പിൽ നിന്നും പഞ്ചസാര ലായനി വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന മൊളാസസിൻ്റെ നികുതി 28% നിന്ന് 5 കുറച്ചത്. വിദേശ കപ്പലുകൾക്ക് ഇന്ത്യയുടെ തീരമേഖലയിൽ ക്രൂസ് ടൂറിസത്തിന് ഏർപ്പെടുത്തിയിരുന്ന 5% IGST ഒഴിവാക്കി. വിദേശ കപ്പലുകൾക്ക് ഇന്ത്യയുടെ തീരമേഖലയിൽ ക്രൂസ് ടൂറിസത്തിന് ഏർപ്പെടുത്തിയിരുന്ന 5% IGST ഒഴിവാക്കി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചെറുധാന്യപ്പൊടികളുടെ നികുതി 18% നിന്ന് 5% കുറച്ചു. കരിമ്പിൽ നിന്ന് പഞ്ചസാര ലായനി വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന മൊളാസസിൻ്റെ നികുതി 28% നിന്ന് 5 കുറച്ചു. പിന്നെ വിദേശ കപ്പലുകൾക്ക് ഇന്ത്യയുടെ തീരദേശ മേഖലയിൽ ക്രൂസ് ടൂറിസത്തിന് ഏർപ്പെടുത്തിയിരുന്ന 5% IGST ഒഴിവാക്കി. അടുത്ത ക്വസ്റ്റ്യൻ: അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വേഴത്തിൻ്റെ ഉപഗ്രഹം കാലിസ്റ്റോ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വേഴത്തിൻ്റെ ഉപഗ്രഹം കാലിസ്റ്റോ. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ഒക്ടോബറിൽ റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2023 ഒക്ടോബറിൽ റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 91ാമത് വ്യോമസേനാ ദിനാഘോഷങ്ങൾക്ക് വേദി പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. 91ാമത് വ്യോമസേനാ ദിനാഘോഷങ്ങൾക്ക് വേദി പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. 72 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പതാക അനാച്ഛാദനം ചെയ്തു. എന്താണ്? 72 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പതാക അനാച്ഛാദനം ചെയ്തത്. എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ് പുതിയ പതാക അനാച്ഛാദനം ചെയ്തത്. വ്യോമസേനയുടെ ചരിത്രത്തിൽ പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിതാ ഓഫീസറാണ് ഷാലിസ. വ്യോമസേനയുടെ ചരിത്രത്തിൽ പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിതാ ഓഫീസർ ഷാലിസ. അടുത്ത ക്വസ്റ്റ്യൻ: രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരള വർമ്മ. രാഘവൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? PR കുമാര കേരള വർമ്മ. പാലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും തോന്നുന്നു. പാലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. അടുത്ത ക്വസ്റ്റ്യൻ: 2023 രജത ജൂബിലി ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര, ഗുജറാത്ത്.
എന്താണ്? 2023 രജത ജൂബിലി ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്ര, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസല്ലോസിസ് രോഗം സ്ഥിരീകരിച്ച ജില്ല തിരുവനന്തപുരം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസല്ലോസിസ് രോഗം സ്ഥിരീകരിച്ച ജില്ല തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താനൊരുങ്ങുന്ന മത്സര ഇനം ക്രിക്കറ്റ്. 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താനൊരുങ്ങുന്ന മത്സര ഇനം ക്രിക്കറ്റ്. 2028 വേദി ലോസ് ആഞ്ചൽസ്. 2028 വേദി ലോസ് ആഞ്ചൽസ്. 2024 വേദി ഏതാണ്? പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, IMF ലോകബാങ്ക് വാർഷികയോഗം നടന്നത് മൊറോക്കോ. IMF ലോകബാങ്ക് വാർഷികയോഗം നടന്നത് എവിടെയാണ്? മൊറോക്കോ. 50 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇരു സംഘടനകളും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് യോഗം ചേരുന്നത്. IMF ലോകബാങ്ക് വാർഷികയോഗം നടന്നത് മൊറോക്കോ. 50 വർഷത്തിന് ശേഷമാണ്. അതിനുശേഷം ആദ്യമായാണ് ഇരു സംഘടനകളും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് യോഗം ചേരുന്നത്. ബാഡിസ് ലിമാകുമി. ആരാണ് ബാഡിസ് ലിമാകുമി? നാഗാലാൻഡിലെ മിലാക് നദിയിൽ നിന്ന് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് എന്ത്? ബാഡിസ് ലിമാകുമി. ബാഡിസ് ലിമാകുമി എന്ന് പറയുന്നത് നാഗാലാൻഡിലെ മിലാക് നദിയിൽ നിന്ന് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ബാഡിസ് ലിമാകുമി. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി ലിംഗ വിവേചനം ആരോപിച്ച് രാജിവച്ച പുതുച്ചേരിയിലെ ഏക വനിതാ മന്ത്രി ചന്ദ്ര പ്രിയങ്ക. ജാതി ലിംഗ വിവേചനം ആരോപിച്ച് രാജിവച്ച പുതുച്ചേരിയിലെ ഏക വനിതാ മന്ത്രി ചന്ദ്ര പ്രിയങ്ക. ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററൽ മ്യൂസിയം നടത്തുന്ന ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡിന് അർഹയായത് വിഷ്ണു ഗോപാൽ. ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററൽ മ്യൂസിയം നടത്തുന്ന ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡിന് അർഹമായത് വിഷ്ണു ഗോപാൽ. യുമാസിയ വെനിഫിക്ക എന്താണത്? ഒരു നിശാശലഭം. യുമാസിയ വെനിഫിക്ക ഒരു നിശാശലഭം. കട്ടപ്പനയിലെ നരിയമ്പാറയിൽ നിന്ന് കണ്ടെത്തിയ നിശാശലഭമാണ് യുമാസിയ വെനിഫിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഏകതാ മാൾ അഥവാ യുണൈറ്റി മാൾ നിലവിൽ വരുന്നത്? തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഏകതാ മാൾ അഥവാ യുണൈറ്റി മാൾ നിലവിൽ വരുന്നത്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ലക്ഷ്യം. ഏകതാ മാളിൻ്റെ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ലക്ഷ്യം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റിന് അർഹയാകുന്ന ആദ്യ വനിത സാമിയ സുലുഹു. ടാൻസാനിയൻ പ്രസിഡൻ്റാണ് അവർ. എന്താണ്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റിന് അർഹയാകുന്ന ആദ്യ വനിത സാമിയ സുലുഹു. 2023 പുരന്ദരദാസർ പുരസ്കാരം ലഭിച്ചത് TH ലളിത്. 2023 പുരന്ദരദാസർ പുരസ്കാരം ലഭിച്ചത് TH ലളിത്. ലൈഫ് മിഷൻ്റെ ഭാഗമായി ഭൂഭവനരഹിതർക്ക് ഭൂമി ലഭിക്കുവാൻ ആരംഭിച്ച പദ്ധതി മനസ്സോടിത്തിരി മണ്ണ്. ലൈഫ് മിഷൻ്റെ ഭാഗമായി ഭൂഭവനരഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി മനസ്സോടിത്തിരി മണ്ണ്. തഞ്ചാവൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തെ പുനർനാമകരണം ചെയ്ത പേര് ഡോക്ടർ MS സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ്. തഞ്ചാവൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തെ പുനർനാമകരണം ചെയ്ത പേര് MS സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ കോളേജ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രമായി മാറുന്നത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രമായി മാറുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി സമ്മേളന വേദിയാകുന്നത് മുംബൈ. 141ാമത് ഒളിമ്പിക് കമ്മിറ്റി സമ്മേളനമാണ് 2023 നടന്നത്. അത് മുംബൈയിൽ വച്ച്.
2 തവണയാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സമ്മേളനം ഇന്ത്യയിൽ നടന്നത്. ആദ്യം നടന്നത് 1983 86ാമത് സമ്മേളനമാണ് ന്യൂഡൽഹിയിൽ നടന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി സമ്മേളന വേദിയാകുന്നത് മുംബൈ 141ാമത് സമ്മേളനമാണ് മുംബൈയിൽ നടന്നത്. 2 തവണ ഇന്ത്യയിൽ സമ്മേളനം നടന്നിട്ടുണ്ട്. ആദ്യം നടന്നത് 1983 86ാമത് സമ്മേളനം. 2023 പ്രകാശനം ചെയ്യപ്പെട്ട തോൽവി മാത്രം തരുന്ന കോടതി എന്ന പുസ്തകം എഴുതിയത് അഡ്വക്കേറ്റ് കെ രാംകുമാർ. 2023 പ്രകാശനം ചെയ്യപ്പെട്ട തോൽവി മാത്രം തരുന്ന കോടതി എന്ന പുസ്തകം എഴുതിയത് അഡ്വക്കേറ്റ് കെ രാംകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ ഗവർണർ നൽകുന്ന 2023 ഗവർണേഴ്സ് ബംഗ ഭാരത് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനോ. ബംഗാൾ ഗവർണർ നൽകുന്ന 2023 ഗവർണേഴ്സ് ബംഗ ഭാരത് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനോ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പൊന്മുടി. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പൊന്മുടി. ആദ്യമായാണ് ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കേരളം വേദിയാകുന്നത്. കേരള ITയുടെ പുതിയ ലോഗോയിലെ നിറങ്ങൾ പച്ച, നീല. കേരള ITയുടെ പുതിയ ലോഗോയിലെ നിറങ്ങൾ പച്ച, നീല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പ്രതിമാസം 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അടുത്തിടെ പ്രതിമാസം 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഒമാനിൽ വച്ച് നടന്ന 10ാമത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. ഒമാനിൽ വെച്ച് നടന്ന 10ാമത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. റണ്ണറപ്പ് പാകിസ്ഥാൻ. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടുന്ന രാജ്യമായി ഇന്ത്യ. 4 തവണയാണ് ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യക്ക് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പുറത്തിറങ്ങിയ ടി പത്മനാഭൻ്റെ പുസ്തകം സഹാവ്. അടുത്തിടെ പുറത്തിറങ്ങിയ ടി പത്മനാഭൻ്റെ പുസ്തകം സഹാവ്. 2022 ഡിസംബറിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം XBB.1.5 ഗുജറാത്ത്. എന്താണ്? 2022 ഡിസംബറിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം XBB.1.5 ഗുജറാത്ത്. എവിടെയാണ് സ്ഥിരീകരിച്ചത്? ഗുജറാത്ത്. സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് സംവിധാനം അതായത് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. അടുത്ത ക്വസ്റ്റ്യൻ, 108ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ മഹാരാഷ്ട്ര. 108ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ മഹാരാഷ്ട്ര. തീം സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വിമൺ എംപവർമെൻറ്റ്. 108ാമത് സയൻസ് കോൺഗ്രസിൻ്റെ തീം എന്താണ്? പ്രമേയം എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വിമൺ എംപവർമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഓസ്ട്രേലിയയിലെ ദേശീയ പാർലമെൻറ്റ് സ്റ്റാമ്പുകൾ പുറത്തിറക്കി ആദരിച്ച മലയാള സിനിമാ താരം മമ്മൂട്ടി. 2023 ഓസ്ട്രേലിയയിലെ ദേശീയ പാർലമെൻറ്റ് സ്റ്റാമ്പുകൾ പുറത്തിറക്കി ആദരിച്ച മലയാള സിനിമാ താരം മമ്മൂട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മൈക്കൽ ബാരഡെ ഗോൾഡ് മെഡൽ പുരസ്കാരത്തിന് അർഹയായ മലയാളി ജൂണ സത്യൻ. 2023 മൈക്കൽ ബാരഡെ ഗോൾഡ് മെഡൽ പുരസ്കാരത്തിന് അർഹയായ മലയാളി ജൂണ സത്യൻ. സാധാരണ താപനിലയിൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മെയ്സർ സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിനാണ് ജൂണ സത്യന് ഈ അംഗീകാരം ലഭിച്ചത്. സാധാരണ താപനിലയിൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മെയ്സർ സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിനാലാണ് ജൂണ സത്യന് ഈ അംഗീകാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ,
കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹയായത് MT വാസുദേവൻ നായർ. കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത കോളേജ്. തലശ്ശേരി ഗവൺമെൻറ് കോളേജ്. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത കോളേജ് തലശ്ശേരി ഗവൺമെൻറ് കോളേജ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ പുതിയ പേരെന്താണ്? സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വിമാനത്താവളത്തിന് ഭഗത് സിംഗിൻ്റെ പേര് നൽകാൻ തീരുമാനമായത്? ചണ്ഡീഗഡ്. ഏത് വിമാനത്താവളത്തിനാണ് ഭഗത് സിംഗിൻ്റെ പേര് നൽകാൻ തീരുമാനമായത്? ചണ്ഡീഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകർ. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകർ. ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. അപ്പോൾ ഒന്നാമത്തെ സാമ്പത്തിക ശക്തി ആരാണ്? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം നിലവിൽ 5 ഭാവിയിൽ 3-ാം സ്ഥാനത്തെത്തുമെന്ന പ്രവചനമുണ്ട്. നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. ഇന്ത്യയുടെ സ്ഥാനം 5. ലോക്ക്ഡൗൺ എന്ന നോവലിൻ്റെ രചയിതാവ് പീറ്റർ മേ. ലോക്ക്ഡൗൺ എന്ന നോവലിൻ്റെ രചയിതാവ് പീറ്റർ മേ. കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതിയായ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വനിത ഗുരു കുമുദിനി ലാഖിയ. കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതിയായ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വനിത ഗുരു കുമുദിനി ലാഖിയ. 2024 കണ്ടെത്തിയ യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും ഉപഗ്രഹങ്ങൾ. യുറാനസിൻ്റെ ഉപഗ്രഹം S2023 U1. എന്താണ് യുറാനസിൽ കണ്ടെത്തിയ ഉപഗ്രഹം എന്താണ്? S2023 U1. നെപ്റ്റ്യൂൺ S2021 N1 S2022 N5. ക്വസ്റ്റ്യൻ എന്താണ്? 2024 കണ്ടെത്തിയ യുറാനസിൻ്റെ നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾ. യുറാനസിൻ്റെ ഉപഗ്രഹം S2023 U1. നെപ്റ്റ്യൂണിൻ്റെ 2 കണ്ടെത്തി S2021 N1 S2022 N5. 20 വർഷത്തിനിടയിൽ ആദ്യമായാണ് യുറാനസിന് പുതിയ ഉപഗ്രഹം കണ്ടെത്തുന്നത്. യുറാനസിന് ഇപ്പോൾ നിലവിൽ 28 ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് നിലവിൽ 16 ഉപഗ്രഹമാണുള്ളത്. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 28, നെപ്റ്റ്യൂണിന് 16. അടുത്തത് സെപ്റ്റംബർ 15 അന്തർദേശീയ ജനാധിപത്യ ദിനം. സെപ്റ്റംബർ 15 അന്തർദേശീയ ജനാധിപത്യ ദിനം. പ്രമേയം വരും തലമുറയുടെ ശാക്തീകരണം. പ്രമേയം വരും തലമുറയുടെ ശാക്തീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ആദ്യമായി സ്ത്രീകൾ ക്ഷേത്ര പൂജാരിമാരായി നിയമിതരാകുന്ന സംസ്ഥാനം തമിഴ്നാട്. അടുത്തിടെ ആദ്യമായി സ്ത്രീകൾ
ക്ഷേത്ര പൂജാരിമാരായി നിയമിതരാകുന്ന സംസ്ഥാനം തമിഴ്നാട്. നിക്ഷേപം ആകർഷിക്കാൻ വിദേശ രാജ്യങ്ങളിൽ റോഡ് ഷോ നടത്താനൊരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നിക്ഷേപം ആകർഷിക്കാൻ വിദേശ രാജ്യങ്ങളിൽ റോഡ് ഷോ നടത്താനൊരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. റേറ്റിംഗ് ഏജൻസിയായ ഫിച്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ അനുമാനം എത്ര ശതമാനമാണ്? 6.3%. റേറ്റിംഗ് ഏജൻസിയായ ഫിച്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 6.3%. 2023 ദുർഗ ഭാരത് സമ്മാനത്തിന് അർഹനായ മലയാളി ടി. പത്മനാഭൻ. കഥാലോകത്ത് തിളങ്ങി നിൽക്കുന്ന പ്രതിഭ എന്ന കാഴ്ചപ്പാടിലാണ് ദുർഗ ഭാരത് സമ്മാനത്തിന് ടി. പത്മനാഭൻ അർഹനായത്. അപ്പോൾ 2023 ദുർഗ ഭാരത് സമ്മാനത്തിന് അർഹനായ മലയാളി ടി. പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. എന്നാൽ സംഗീത നഗര പദവി ലഭിക്കുന്നത് ഗ്വാളിയോർ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടും സംഗീത നഗര പദവി ലഭിക്കുന്ന നഗരം ഗ്വാളിയോറും. അടുത്ത ക്വസ്റ്റ്യൻ, സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കേരളവുമായി ഇന്നവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡ്. കേരളവുമായാണ്, പഠിച്ചോണം. സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കേരളവുമായി ഇന്നവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ജൈവ വൈവിധ്യ ഭേദഗതി ബിൽ പാസാക്കിയ രാജ്യം ഇന്ത്യ. 2023 ജൈവ വൈവിധ്യ ഭേദഗതി ബിൽ പാസാക്കിയ രാജ്യം ഇന്ത്യ. 2023 ജൂലൈയിൽ ട്രാൻസ്ജെൻഡർ വിവാഹവും ലിംഗമാറ്റവും നിരോധിച്ച രാജ്യം റഷ്യ. 2023 ജൂലൈയിൽ ട്രാൻസ്ജെൻഡർ വിവാഹവും ലിംഗമാറ്റവും നിരോധിച്ച രാജ്യം റഷ്യ. 2023 ജൂലൈയിൽ മെർസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം UAE. 2023 ജൂലൈയിൽ മെർസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം UAE. മെർസ് കൊറോണ വൈറസ് UAE. 2023 50-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി. മാർഗി എവിടെയാണ്? തിരുവനന്തപുരം. 2023 50-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യചിഹ്നം ബൊമ്മൻ എന്ന ആനക്കുട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യചിഹ്നം ബൊമ്മൻ എന്ന ആനക്കുട്ടി. 7ാമത് ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി വേദി എവിടെയാണ്? ചെന്നൈ. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ദി എലിഫന്റ് വിസ്പേഴ്സിലെ ആനക്കുട്ടികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ രൂപം തിരഞ്ഞെടുത്തത്. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ദി എലിഫന്റ് വിസ്പേഴ്സിലെ ആനക്കുട്ടികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ രൂപം തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യചിഹ്നം ബൊമ്മൻ എന്ന ആനക്കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ ശ്രുതിതരം, ധ്വനി എന്നീ പദ്ധതികൾ ഏത് വകുപ്പിൻ്റെ കീഴിൽ ആണ് മാറ്റിയത്? ആരോഗ്യ വകുപ്പ്. നേരത്തെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രുതി തരംഗം, ധ്വനി എന്നീ പദ്ധതികൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ്. ആദ്യം സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. പ്രഥമ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ചിറ്റയം ഗോപകുമാർ. എന്താണ്? പ്രഥമ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ചിറ്റയം ഗോപകുമാർ. വായിലുണ്ടാകുന്ന അർബുദം തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കാൻ ICMR ആരംഭിക്കുന്ന പരിശോധനാ പദ്ധതി ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് അറ്റ്ലസ് പ്രോജക്റ്റ്. വായിലുണ്ടാകുന്ന അർബുദം തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കാൻ ICMR ആരംഭിക്കുന്ന പരിശോധനാ പദ്ധതി ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് അറ്റ്ലസ് പ്രോജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ആരോഗ്യ സർവകലാശാലയുടെ MBBS ബിരുദം മരണാനന്തര ബഹുമതിയായി ലഭിക്കുന്ന ആദ്യ വിദ്യാർത്ഥി വന്ദന ദാസ്.
സംസ്ഥാന ആരോഗ്യ സർവകലാശാലയുടെ MBBS ബിരുദം മരണാനന്തര ബഹുമതിയായി ലഭിക്കുന്ന ആദ്യ വിദ്യാർത്ഥി വന്ദന ദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നവോത്ഥാന നായകൻ്റെ ഓർമ്മയ്ക്കായാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ചെയർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ക്വസ്റ്റ്യൻ എന്താണ്? ഏത് നവോത്ഥാന നായകൻ്റെ ഓർമ്മയ്ക്കായാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ചെയർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ക്വസ്റ്റ്യൻ, 8000 കോടി രൂപയുടെ ലിഥിയം ബാറ്ററി പ്ലാന്റ് നിർമ്മിക്കാൻ US കമ്പനിയായ IBCയുമായി കരാറിലേർപ്പെട്ട സംസ്ഥാനം കർണാടക. എന്താണ് ക്വസ്റ്റ്യൻ? 8000 കോടി രൂപയുടെ ലിഥിയം ബാറ്ററി പ്ലാന്റ് നിർമ്മിക്കുവാൻ US കമ്പനിയായ IBCയുമായി കരാറിലേർപ്പെട്ട സംസ്ഥാനം കർണാടക. പ്രഥമ ഡോക്ടർ SV വേണുഗോപൻ നായർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. പ്രഥമ ഡോക്ടർ SV വേണുഗോപൻ നായർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. ചോലക്കറമ്പി തവളകൾ അതായത് ഗാലക്സി ഫോഗ് കണ്ടെത്തിയ കടുവാ സങ്കേതം പറമ്പിക്കുളം കടുവാ സങ്കേതം. ചോലക്കറമ്പി തവളകൾ അഥവാ ഗാലക്സി ഫോഗ് കണ്ടെത്തിയ കടുവാ സങ്കേതം പറമ്പിക്കുളം കടുവാ സങ്കേതം. 6ാമത് കാക്കനാടൻ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. 6ാമത് കാക്കനാടൻ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. ഏത് അഴിമതി കേസിൽ ആണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായത്? തോഷഖാന അഴിമതി കേസ്. ഏത് അഴിമതി കേസിലാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായത്? തോഷഖാന അഴിമതി കേസ്. ഓക്കെ, ഏകദേശം 100-ലടുപ്പിച്ച് 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എഴുതി ചേർത്തതും നമ്മൾ പഠിച്ചതും. പഠിക്കുക എല്ലാവരും. LDCക്ക് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഇതിന് ലഭിക്കാൻ കഴിയട്ടെ.